ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറച്ച് ഇതുപോലെ മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1/4 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ പലഹാരം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അതല്ല ശർക്കര ഉരുക്കിയതാണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്, ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിരിക്കാം. ഒരു 30 മിനിറ്റ് നേരം കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതിന് ശേഷം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റവയൊക്കെ നല്ല പോലെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കാം. ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടി പിടിക്കാതെ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചായിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ മാവും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.